ഹായ് ഓൾ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഈ ഒരു ചക്ക സീസണിൽ നമുക്ക് ചക്ക വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മഴ ഒക്കെ പെയ്തത് കൊണ്ട് ചക്ക ഇപ്പോൾ കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചക്ക വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ളൊരു സ്നാക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 15 ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ചെറിയ ജാറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 4 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ചക്കയിൽ നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചക്കയിൽ തന്നെ അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. ഇത് നല്ല മധുരമുള്ള ചക്ക തന്നെയാണ്, എങ്കിലും 2 ടേബിൾ സ്പൂൺ കൂടി മധുരം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മളെ സ്നാക്കിന് ഒരു സ്വീറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇത് ഒരു മധുര പലഹാരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് നമ്മൾ ചക്ക എത്ര അളവിലാണോ എടുത്തിട്ടുള്ളത് അത് പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ടൈറ്റ് ആക്കുന്ന ഒരു രീതിയിൽ മൈദമാവ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മൈദമാവിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ വരണം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായ സമയത്ത് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. എങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. ചക്കയും മൈദപ്പൊടിയും മാത്രം മതി. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ മാത്രമാണ്. അപ്പോൾ നമുക്കിത് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്കാണ്. പിന്നെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.